Hello everyone, it's me CF Farzana here. Welcome back to my channel CF Vibe with CF First. അപ്പോൾ ഞാൻ CA ഫൈനൽ പഠിക്കുന്ന സമയത്ത് എക്സാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നവരെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ ഈ ഒരു ജാനുവരി 26 എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വരുന്ന മിക്കവാറും മാർച്ച് ഫസ്റ്റ് വീക്ക് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു 1.5 മന്ത് ഒന്ന് റൗണ്ട് ചെയ്യാം. ഒരു 1.5 മന്തോളം നമുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു 1.5 മാസം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടാവാം. എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ആകെ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 1.5 മാസത്തോളം വെറുതെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷൻ നല്ല രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ എനിക്ക് വർക്കായ ഞാൻ കുറേ എന്നിട്ട് ആ ഒരു ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ഈ ഒരു 1.5 മന്ത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ, എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വാച്ച് ടിൽ എൻഡ്. അപ്പോൾ ലെറ്റ്സ് നോട്ട് ഡിലേ എനി ഫർദർ, സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ്, ആസ് യൂഷ്വൽ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ്ഡ് യെറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ടു യുവർ ഫ്രണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിഫ്രഷ് ബ്രേക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം. അത് എക്സാം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 1 വീക്ക് ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ എ ട്രിപ്പ്, ഫ്രണ്ട്സ്, ഹാങ് ഔട്ട്, സെലിബ്രേഷൻസ്. നിങ്ങൾ ഇത്രയും കാലം ഒരു ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു. എല്ലാത്തിനും നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്ത് നിങ്ങളുടെ മൈൻഡും ബ്രെയിനും നിങ്ങളുടെ ബോഡി എല്ലാം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ മൊബൈലൊക്കെ ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചാർജിന് വെക്കും അല്ലേ? അതേപോലെ തന്നെ മെഷീൻസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൂളാക്കി വെക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് ആകെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു നല്ല റിഫ്രഷ് ബ്രേക്ക് കൊടുക്കണം. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടെൻഷൻ കാരണം ഒന്നും ചെയ്യില്ല, ഒരു മൂഡ് ഓഫ് ആയിട്ട് അവിടെ ഇരിക്കും. അത് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഈ റിസൾട്ട് ഇതൊന്നും ആലോചിക്കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങൾ മറന്ന് നിങ്ങൾ എൻജോയ് ചെയ്യണം. ഞാൻ അതിനെ സെൽഫ് റിവാർഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മുടെ സക്സസ് ബാക്കിയുള്ളവരുടെ മുന്നേ, നമ്മുടെ വേൾഡിന് ഒരു സക്സസ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, നമുക്കൊരു സക്സസ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കണം. ഈ വേൾഡിൽ എപ്പോഴും നമ്മുടെ സക്സസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ റിസൾട്ടും അതുപോലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് സക്സസ്ഫുൾ എന്ന് പറയുമ്പോഴായിരിക്കും ഈ വേൾഡ് നിങ്ങളെ സക്സസ് ആയിട്ട് കാണുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡ്രെയിൻഡ് ആയി പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയായി പോകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സക്സസ് ഒരിക്കലും ബിയോണ്ട് യുവർ കൺട്രോളിലുള്ള കാര്യങ്ങളാവരുത്. ഇപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് യുവർ കൺട്രോളാണ്. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു, യു ഗിവൺ യുവർ ബെസ്റ്റ്, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, യു ഡിഡ് യുവർ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തോളത്ത് തന്നെ കൈ തട്ടിയിട്ട് യെസ് ഐ ഡിഡ് ഇറ്റ് എന്നുള്ളൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. നിങ്ങളൊരു സെൽഫ് റിവാർഡ് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ട്രിപ്പ് പോകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഈ സമയത്ത് നിങ്ങൾ ചെയ്യണം. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സെൽഫ് റിവാർഡ്. ഓക്കെ, അടുത്തത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു ബ്രേക്ക് സമയത്ത് നിങ്ങൾ റിസൾട്ടിനെ പറ്റി ചിന്തിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1 വീക്ക് ഒക്കെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളൊന്ന് റിസൾട്ടിനെ പറ്റി ചിന്തിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അത് എപ്പോഴെന്ന് വെച്ചാൽ എസ്പെഷ്യലി ബിഫോർ സ്ലീപ്പിംഗ് ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുക. ബിഫോർ സ്ലീപ്പിംഗ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു എക്സാമിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത്, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്ത്? നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുന്ന ആ ഒരു ഇവാലുവേറ്ററിന് നിങ്ങൾ പേപ്പർ കണ്ടിട്ട് നല്ല മാർക്ക് ഇട്ട് തരാനോ, നല്ലൊരു മൂഡിലാണ് പുള്ളിക്കാരൻ നിങ്ങളെ പേപ്പർ നോക്കുന്നതെന്നോ, നിങ്ങൾ എഴുതിയ പോയിന്റ്സിനൊക്കെ അവർക്ക് മാർക്ക് ഇട്ട് തരുന്നു, അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിന് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കണം. ദാറ്റ് ഐ എം ഗോണ ബി വിന്നിങ് ദിസ് എക്സാം, ഐ എം ഗോണ ബി എ CA ദിസ് ടൈം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു തിങ്കിങ് എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അഫ്കോഴ്സ് ടെൻഷൻ സ്വാഭാവികമാണ്. നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും കിട്ടുമോ കിട്ടൂല എന്നുള്ളൊരു പേടി ഉണ്ടാവണം. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് കിട്ടും കിട്ടും കിട്ടും. അതുപോലെ നിങ്ങൾ റിസൾട്ട് ഡേയും ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് റിസൾട്ടിൻ്റെ അന്ന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റോൾ നമ്പർ അടിക്കും, SRO അടിക്കും. അത് കഴിഞ്ഞ് സബ്മിറ്റ് എന്ന് അടിക്കുന്ന സമയത്ത് എനിക്ക് സക്സസ്ഫുൾ എന്നായിരിക്കും വരുന്നത് എന്നുള്ളത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇടയ്ക്ക് ചെയ്യുക, അത് നല്ലതാണ്. ഞാൻ പാസ്സായ അറ്റംപ്റ്റ് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആ റിസൾട്ട് ഡേ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു പോസിറ്റീവ്, അത് ആ പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് എപ്പോഴും ഒരു നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതെന്തായാലും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഈ ഒരു ജാനുവരി 26 അറ്റംപ്റ്റിൽ എക്സാം എഴുതിയവർ. ഒരു കൂട്ടം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓൾറെഡി പേരിന് വേണ്ടിയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് അറ്റംപ്റ്റ് നോക്കാൻ വേണ്ടി, ചുമ്മാ പഠിച്ചിട്ടൊന്നുമല്ല, വെറുതെ പോയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. അല്ല എക്സാം എഴുതി പക്ഷെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ലൈക്ക് ടോട്ടലി ലൈക്ക് ഒന്നും എഴുതിയിട്ടില്ല, ഉറപ്പാണ് റിസൾട്ട് വരുമ്പോൾ പൊട്ടും എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് പെൻഡിങ് ആണ്, ഒരു ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് അടുത്ത ഗ്രൂപ്പ് നോക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനത്തെവരോടാണ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ പേരിന് വേണ്ടി എഴുതിയവർ റിസൾട്ട് വരുന്നവരെ ഉഴപ്പും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണേണ്ട, നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ 3 times in a year നമുക്ക് അറ്റംപ്റ്റ് നടക്കുന്നു, നമുക്ക് സമയമില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരു 2 മാസം കിട്ടുള്ളൂ, 2 മാസം തികച്ച് കിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം എന്ന് ഉറപ്പുള്ളവർ, അതായത് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് ഉറപ്പുള്ളവർ, അതുപോലെ ഒരു ഗ്രൂപ്പ് പെൻഡിങ് ആയിട്ടുള്ളവർ, നിങ്ങൾ ദയവ് ചെയ്ത് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങാം. അത് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ. കാരണം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്ക് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഐ മീൻ ഒരു നല്ല ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ലാസ്റ്റ് ഒരു 2 months ഉള്ളിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു ടൈം നമുക്ക് നല്ലോണം റിവിഷൻസും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എക്സാമിന്. അപ്പം ദയവ് ചെയ്ത് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം. പിന്നെ ഉള്ളൊരു കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ആണ്, അവർക്ക് ഒന്നെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ടാവും, എക്സ്പെക്ടേഷനും ഉണ്ട് എന്തായാലും അത് കിട്ടുമെന്നുള്ളത്, ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് എന്തായാലും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഗ്രൂപ്പ് പാസ്സായി, പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ റിസൾട്ട് ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷെ എന്താ ഒരു ഹോപ്പ് ഉണ്ട് എന്തായാലും ഇപ്രാവശ്യം പാസ് ആവും എന്നുള്ളത്. അങ്ങനത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്താണ് ഇനിയുള്ള ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, CA ഫൈനലിന് എസ്പെഷ്യലി. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇനി അങ്ങോട്ടേക്കുള്ളത്, സ്കിപ്പ് ചെയ്യാതെ കാണാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CA ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുത്തൊക്കെ ഈ CA ജേർണിയിൽ പറയുന്ന ഒരു കാര്യമാണ്, CA ആവുന്നതാണ് അൾട്ടിമേറ്റ്, CA ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റ്, പിന്നെ അങ്ങോട്ട് CA ആയിക്കഴിഞ്ഞാൽ കാശ് പണം ദുട്ട് മണി മണി. അതുകൊണ്ട് ഒപ്പിടുന്നു പൈസ തരുന്നു, ഒപ്പിടുന്നു പൈസ തരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അല്ലെ, CA ആയിക്കഴിഞ്ഞാലാണ് എല്ലാം ആയെന്ന്. ബട്ട് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ CA ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ റിസൾട്ട് വന്ന് ഒരാഴ്ച കാണും നമുക്ക് ആ ഒരു അഡ്രിനൽ റഷും, ഓ യെസ് ഐ കോൺവേർഡ് എല്ലാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചോദ്യം വരാൻ തുടങ്ങും, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം, അല്ല മോനെ ജോലി ആയോ, അല്ല ജോബ് കയറുന്നില്ലേ, എന്തായെന്നുള്ളത്. ഇപ്പോഴാണ് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കുക, ആരും ഇങ്ങോട്ടേക്ക് വന്ന് ജോബ് കൊണ്ടുവന്ന് തരൂല, നമ്മളായിട്ട് മെനക്കെട്ട് പതുക്കെ ഇറങ്ങണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു ടൈം ജോബ് കിട്ടാൻ വേണ്ടി, ജോബ് പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇപ്പോഴേ തുടങ്ങാം. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജോബ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഒഴിവാക്കാം. പിന്നെ വീട്ടിലിരുന്ന് ഇനി എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആവാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് പെട്ടെന്ന് തുടങ്ങും CA പാസ്സായി കഴിഞ്ഞതിൻ്റെ ശേഷം, റിസൾട്ട് വന്നതിൻ്റെ ശേഷം തന്നെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതൊക്കെ പ്രിപ്പയർ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ
അപ്പോഴേക്കും നമുക്ക് ചിലപ്പം ഇൻ്റർവ്യൂവിനൊക്കെ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പോൾ കിട്ടില്ല. പിന്നെ അടുത്ത ഇത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അത്രയും നാളെ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ സി എ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പം ഞാൻ എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ടീച്ചിങ് പോകണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിന് കയറാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ലൈക്ക് GST, ടാക്സേഷൻ, അതുപോലെ തന്നെ പിന്നെ ഓഡിറ്റിൻ്റെ ഏരിയാസ്, അതുപോലെ IFRS, INDES, ഇങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഓരോ ഡൊമൈൻ വൈസ് ലൈക്ക് ഫിനാൻസിലാണോ താല്പര്യം, ഇൻവെസ്റ്റ്മെൻറ്റിനാണോ പോകാൻ താല്പര്യം, ഇങ്ങനെ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരാം. നിങ്ങൾ CA പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇതായിരിക്കും. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെത് എന്തായിരിക്കും, എന്താണ് എൻ്റെ ഫീൽഡ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഓരോ കമ്പനീസ് ആണെങ്കിലും അവരുടെ വേക്കൻസീസും എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, റിസൾട്ട് വന്ന ആ ഡേ തന്നെ ലിങ്ക്ഡിനിൽ ഓഫേഴ്സ് അവർ ഓഫർ ഇടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വേക്കൻസീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അത് അപ്ലൈ ചെയ്ത് എത്രയോ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി CA പാസ്സായവരും. അതായത് കുറേ CAs, ഐ മീൻ CA പാസ്സാവുന്ന ഉറപ്പുള്ളവർ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവരവരുടെ റെസ്യൂമെയും എല്ലാം അവർ സെറ്റാക്കി അവരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഫുള്ള് അവർ സെറ്റാക്കി പ്രിപ്പയർ ചെയ്ത് അവിടെ വെച്ചിട്ട് ലൈക്ക് റിസൾട്ടിന് അന്ന് തന്നെ അവർ അപ്ലൈ ചെയ്ത് തുടങ്ങും. ആ ലെവലിൽ കോമ്പറ്റീഷനാണ്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളും അതുപോലെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയം നിങ്ങൾ പല നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് എന്തൊക്കെയാണ് ഇതിനൊക്കെ പറ്റി നന്നായിട്ട് എൻക്വയറി ചെയ്ത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ റിസൾട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതെന്ന് വെച്ചാൽ Big 4, നിങ്ങൾ Big 4 കയറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ Big 6 കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രീ റിസൾട്ട് ഇൻ്റർവ്യൂസ് ഉണ്ടാകും. അല്ലെങ്കിൽ വേറെ കമ്പനീസ് ആണെങ്കിൽ ചിലവരെന്ത് ചെയ്യും, പ്രീ റിസൾട്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞ സെമി ക്വാളിഫൈഡ് CAs അല്ലെങ്കിൽ ഓൾറെഡി ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യുമെന്ന് എക്സ്പെക്റ്റേഷൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് GD ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കണം. അത് സെലക്ട് ചെയ്യുന്നവർ നേരെ HR ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ HR ഇൻ്റർവ്യൂ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിന് അന്ന് അവർ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ഇൻ്റർവ്യൂവിലായിരിക്കും അവർ നിങ്ങളെ ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, റിസൾട്ടിന് അന്ന് ബാക്കി ക്വാളിഫൈ ആയിട്ടുള്ള CAs ഈവൻ റെസ്യൂമെ പോലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അവർ അപ്ലൈ ചെയ്ത് പല സ്ഥലത്തും അവർ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് പ്ലേസ്ഡ് ആവും. അപ്പോൾ റിസൾട്ട് വന്ന് കഴിഞ്ഞ ശേഷം റെസ്റ്റ്ലെസ് ആയിട്ട് തന്നെ ഈ ജോബ് പ്രിപ്പറേഷനും ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനും ഈ പറഞ്ഞ എൻജോയ് ചെയ്യാനൊക്കെ സമയം ഉണ്ടാകും. എപ്പോഴെന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ വരുന്നതിന് മുമ്പ് കുറച്ച് സമയം കിട്ടും നിങ്ങൾക്ക്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആ സമയത്ത് എൻജോയ് ചെയ്യുക. അല്ല റിസൾട്ട് വന്നതിന് ശേഷം ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടല്ലേ, ഞാൻ പോയിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു മാസമൊക്കെ വെക്കേഷന് പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്ലേസ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നമ്മളൊന്നും ചെയ്യാതായിട്ട് നമ്മൾ നല്ലോണം വൈകും. പിന്നീട് അത് ഇച്ചിരി ബാഡ് മൂഡിലോട്ട് പോകും. കാരണം CA പാസ്സായിട്ട് നമ്മൾ പ്ലേസ്ഡ് ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമ്മൾ വല്ലാണ്ട് അലട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. റെസ്യൂമെ ഒക്കെ റെഡി ആക്കി വെക്കുക. റിസൾട്ട് വരുന്ന ആ ദിവസത്തിനുള്ളിൽ തന്നെ അതാകുമ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോബ് വാക്കൻസീസ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് വിളിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ ലിങ്ക്ഡിൻ ഇല്ലാത്തവർ ലിങ്ക്ഡിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ നൗക്കരി ഇതിലൊക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. CA
മോങ്കിൻ്റെ GIR എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഗെറ്റിംഗ് ഇൻ്റർവ്യൂ റെഡി എന്ന് പറയുന്നത്. ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പായിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടും. ആ ലെവലിലാണ് അവരെന്ത് ചെയ്യുന്നത്, അതിൽ ഓരോ സ്റ്റുഡൻസിനെയും അവർ മെൻറ്റർ ചെയ്യുന്നത്. ആ മെൻറ്റർഷിപ്പ് തരുന്ന മറ്റാരുമല്ല, CA ശിവംപാലൻ സാറാണ്. ഓ മൈ ഗോഡ്, യു ഷുഡ് അറ്റൻഡ് ഹിസ് സെഷൻ. അത്രക്ക് അടിപൊളിയാണ്. അത്രക്ക് നമുക്ക് എന്താ പറയുക, ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. ഹൗ ദി ഇൻഡസ്ട്രി വർക്ക്സ്, എങ്ങനെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരണം, നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഓൾ ദോസ് തിങ്സ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് CA പാസ്സായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരെ. അതിനുവേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടും CA പാസ്സായിട്ട് വിത്തിൻ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ അവൾ പ്ലേസ്ഡ് ആയി Big 4. അപ്പോൾ ഞാൻ അവളടുത്ത് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും? അങ്ങനെ അവളാണ് ഈ ഒരു ബാച്ച്, അവൾ ഓൾറെഡി ഇവരുടെ കോഴ്സ് എടുത്ത് അവൾ ഇതിനൊക്കെ പ്രിപ്പയർഡായി ഫുൾ സെറ്റായി. അവൾ പ്രീ റിസൾട്ട് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അവൾ ക്വാളിഫൈ ചെയ്തപ്പോൾ അവൾക്ക് മെയിൻ ഇൻ്റർവ്യൂക്ക് നേരെ ഫോർവേഡ് ചെയ്തു. അവൾ പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാച്ചിനെ പറ്റി അറിയുന്നതും അല്ലെങ്കിൽ വർക്കൗട്ട് സെഷനെ പറ്റി ഞാൻ അറിയുന്നതും. ഞാനത് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എത്ര കോൺഫിഡൻസ് പറയുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഒട്ടും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യില്ല. കാരണം എല്ലാവരും മിക്കപ്പോഴും ഈ സാറിൻ്റെ മെറ്റീരിയലും എല്ലാം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നത്. സാറിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ്. നമുക്ക് ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ പറയണം, എങ്ങനെ ആയിരിക്കണം നമ്മൾ ആറ്റിറ്റ്യൂഡ്, എല്ലാം സാർ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ റെസ്യൂമെ ഉണ്ടാക്കി, ഞാൻ പ്രീ റിസർച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പാസ് ആവാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയത്. ഞാൻ ആ സമയത്ത് കോർപ്പറേറ്റിൽ തന്നെ പോകണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഡിറ്റർമൈൻ ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് എല്ലാ ഡൊമൈനെ പറ്റും, ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ മാർക്കറ്റിലുള്ളത്, എല്ലാത്തിനും പറ്റിയ ഒരു സെഷൻസ് എടുക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ വലിയ ആൾക്കാർ വന്നിട്ട്, ലീഡേഴ്സ് എല്ലാവരും വന്നിട്ട് ക്ലാസ്സസ് എടുക്കും. നമുക്ക് ഭയങ്കര ഒരു ഇൻസൈറ്റ് ആയിരിക്കും ഇത് റിയാലിറ്റി. നമ്മൾ മാർക്കറ്റ് എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം നമുക്ക് നല്ല കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും. അതിന് സീരിയസ് ആയിട്ട് പറയാം, വേർത്താണ്. നിങ്ങൾ എന്തായാലും അത് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളിപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നവരാണ് എന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. അവർ റിസൾട്ടിന് മുന്നേ 2 ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിക്ക് തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടാം, ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ ലിങ്ക് കയറിയിട്ട് അവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് ആവട്ടെ ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾക്ക് ആര് വേണമെങ്കിലും അവരുടെ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 60,000+ പ്രൊഫഷണൽസ് ആണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഏത് ലെവലിലാണ് അവരെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കൊന്നും ആരും പറഞ്ഞു തരാൻ ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ എൻ്റെ സർക്കിളിലും എൻ്റെ വേറൊരു ഫ്രണ്ടിനെ അറിയാം, അങ്ങനെ അവളും അറ്റൻഡ് ചെയ്തതെന്നല്ലാതെ അത് ആർക്കും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സർക്കിളൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മൈൻഡ് പ്രിപ്പയർ ചെയ്തു, നിങ്ങൾക്ക് എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഫോമിൽ ഇപ്പോൾ തന്നെ കയറിക്കോളൂ. കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം നല്ല വർക്ക് എക്സ്പോഷർ ഉള്ള ഫോമിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിന്നിട്ട്, കാരണം എനിക്ക് എന്തായാലും ഉറപ്പാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് നോളേജ് ഉണ്ടാകുന്നത് നിങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, നല്ലൊരു ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഫേമിൽ ഇപ്പോൾ തന്നെ കയറിയിട്ട് നിങ്ങൾ കുറച്ച് കാലം അവിടെ റിസൾട്ട് വന്ന് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേനേക്കാളും എന്തായാലും കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ ആയിട്ട് അവിടെ എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ നിങ്ങളൊരു ഫോം ഇടുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് കയറി ഫോം ഇടുമ്പോൾ നമ്മളൊരു ഗ്യാപ്പ് കുറേ ആയിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം നമ്മൾ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഏതെങ്കിലും ഫോമിൽ കയറുന്നതാണ് നല്ലത് ഈ ഒരു ടൈമിൽ. പിന്നെ
എന്നെ പോലെ ടീച്ചിങ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താ ചെയ്യേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഓരോ ദിവസവും എന്താണ് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫൈനലിനാണെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചസ് എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് ഫാക്കൽറ്റീനേക്കാളും മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ നേരിട്ട് അവരെ ഗൈഡ് ചെയ്യാം, അവർക്ക് അവരുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഷെഡ്യൂൾസ് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് ഒരുമിച്ച് നിന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് മെൻറ്റർഷിപ്പ്. അവരെ കംപ്ലീറ്റ്ലി നമ്മൾ അവരുടെ മെൻറ്റർ ആവുക. അപ്പം നമ്മുടെ നോളജ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അത് അവർക്ക് വർക്ക് ആവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അവരുടെ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക. പിന്നെ അവരുടെ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്, സ്റ്റുഡൻസ് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള കുറേ നമുക്ക് എക്സ്പീരിയൻസ് ഈ മെൻറ്റർഷിപ്പിൽ കിട്ടും. ഒരു നല്ലൊരു മെൻറ്ററിന് എപ്പോഴും നല്ലൊരു ഫാക്കൽറ്റി ആവാൻ പറ്റും, അത് ഫോർ ഷുവർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാക്കൽറ്റി ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഇന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്ത്, ഇന്നത്തെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യുന്നത് റെസിഡൻഷ്യൽ ക്യാമ്പസ് പോലത്തെ പരിപാടീസാണ്. അതായത് സ്റ്റുഡൻസിന് അവർ ക്ലാസ് മാത്രമല്ല മെൻറ്റർഷിപ്പും കൂടി പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും മെൻറ്ററിൻ്റെ വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്ററായിട്ട് കയറുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് ഒരു ക്ലാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസിൻ്റെ ഇഷ്യൂസ് വരാം. പെട്ടെന്ന് സ്റ്റുഡൻസ് എന്തൊക്കെ ഡൗട്ട്സ് ചോദിക്കും, എന്തൊക്കെ ആയിരിക്കും എന്നുള്ള കുറേ ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മെൻറ്റർഷിപ്പ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താ, സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ പേഴ്സണലി സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യം, ടീച്ചിങ്ങിന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ടൈമിൽ നിങ്ങൾ മെൻറ്റർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ഒരു മെൻറ്റർ ആവുക. മിക്കപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും അറ്റംപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും മെൻറ്റേഴ്സിനെ എടുക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും മെൻറ്ററായിട്ട് കയറുകയാണെങ്കിൽ എനിക്കിപ്പോൾ 1.5 മാസമല്ലേ ഉള്ളൂ. 1.5 മാസത്തിന് ആ ഒരു മെൻറ്റർ എടുക്കില്ല. അവരെന്താണെന്ന് വെച്ചാൽ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ മെയ് 2026 മെൻറ്ററായിട്ട് എനിക്ക് എവിടെയെങ്കിലും കയറാൻ പറ്റും. ആ അറ്റംപ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങും. അതുപോലെ നിങ്ങൾ എപ്പോഴും മെൻറ്ററായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളത് ഭയങ്കരമായിട്ട് നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം, ആ അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്നെപ്പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഫോക്കസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അല്ല ഫിസിക്കൽ ബാച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ 2-3 ഫാക്കൽറ്റീസ് ഉണ്ട്. അവരൊക്കെ എന്നെ പോലെ അല്ല ചെയ്തിരിക്കുന്നത്. അവർ നേരെ എന്ത് ചെയ്തു, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്ത് അവർ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവർ ചോദിച്ചു. ആ സമയത്ത് അവർക്ക് കിട്ടി, അവരത് പെർഫോം ചെയ്തു. അങ്ങനെ പിന്നെ കയറി. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, മെൻറ്റർഷിപ്പ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളും മൂവ് ചെയ്യണം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് നല്ല റിവ്യൂസ് വരികയാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ നിങ്ങളെ നല്ലൊരു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി ആയിട്ട് തന്നെ റെഫർ ഒക്കെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെൻറ്റർഷിപ്പിൽ നിന്ന് നേരിട്ട് ഫാക്കൽറ്റി ആയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ പറ്റും. അങ്ങനെ കയറിയ കുറേ പേരെ നിങ്ങൾക്ക് ചിലപ്പം അറിയുന്നുണ്ടാവും നിങ്ങളെ സർക്കിളിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഇത് വരിക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വൺസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ, ചില സമയത്ത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്യാം ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. പിന്നെ അതിന് മുന്നേ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫാക്കൽറ്റി ആയിട്ട് കയറാം ഇഫ് ദ റിവ്യൂസ് ആർ ഗുഡ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. വാട്ട് ഷുഡ് ബി യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. കാരണം പാസ്സായി കഴിഞ്ഞിട്ട് എല്ലാം ആലോചിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ പ്ലേസ്ഡ് ആയി നിങ്ങൾ അവിടെ ബാക്കിലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സമയം എടുക്കും. അപ്പോൾ സമയം എടുക്കുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബാഡ് വരും. ലൈക്ക് എല്ലാവരുടെയും ചോദ്യം എല്ലാതും. അപ്പോൾ നമ്മളും ആ ഒരു കോമ്പറ്റിങ് സ്പിരിറ്റ് തന്നെ എടുത്തിട്ട് എല്ലാവരും പോലെ തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്നും അല്ല വേറെ പുതിയൊരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. നിങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് ഇതൊരു ന്യൂ നോളജ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അറിയാൻ കൂടി ഹെൽപ്പാവും. പിന്നെ എനിക്കും അറിയാൻ പറ്റും. പിന്നെ ചിലർ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും, എനിക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് വെറുതെ ഇരുന്നാൽ മതി, കുറേ അതിനെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരുന്ന സമയം കളയരുത്. അറ്റ്ലീസ്റ്റ് ട്രിപ്പ് പോയിട്ട് കുറേ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക, മെമ്മറീസ് ഉണ്ടാക്കുക, ഫ്രണ്ട്സ്
അങ്ങനെ ഒരു ജോളി ആയിട്ടുള്ള ഒരു പരിപാടി. പിന്നെ പിന്നീട് റിഗ്രറ്റ് ചെയ്യരുത് കേട്ടോ, അതും കൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരിക്കലും ഒരു അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ സമയത്ത് ചെയ്യൂ. അല്ല നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ പോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. Hope you like this video. Please don't forget to like, share and subscribe. Bye.